റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്നൊരു വോയിസിലൂടെ ലോങ്ങായിട്ട് വരികയാണ്. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് നമ്മൾ അളക്കണ്ട. അവരാരോ പറ്റിച്ചുണ്ടാക്കിയതാണെന്ന് തെളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, ഇന്ന ആളിൻ്റെ പൈസ ഇത്ര രൂപ നിങ്ങളുടെ കയ്യിലില്ലേ, അവരല്ലേ നിങ്ങൾക്ക് തന്നേന്ന് എടുത്ത് സംസാരിക്കണം. എനിക്ക് തിരുവനന്തപുരത്തുള്ള യൂട്യൂബറിനോട് പറയാനുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ ഒരു ചാരിറ്റി വീഡിയോ ഇട്ടാൽ തന്നെയും ഒരു 500 രൂപയാണ് അവരിട്ട ചാരിറ്റി വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. ഞാനത് അന്വേഷിച്ചതാണ്. അത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അവർക്കൊന്നും അത്ര ക്യാഷൊന്നും അവരെ വിശ്വസിച്ചൊന്നും ആരും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് എങ്ങനെയാണെന്നാണ് ഇത്ര ലക്ഷം രൂപ നിങ്ങൾ പറയുമ്പോഴേക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്കൊരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അവരും ആദ്യ ഭർത്താക്കന്മാർ കൊടുത്തതായിരിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ വന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് അവർ കയ്യിലുള്ള വെച്ചിട്ടായിരിക്കണം ജീവിക്കുന്നത്. പിന്നെ മറ്റൊരാളുടെ ഗർഭത്തെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട. നിങ്ങളെ ഗർഭത്തെപ്പറ്റി സംസാരിക്കുന്നു, അവരെങ്ങനെയോ പോട്ടെ, 4 കുഞ്ഞുങ്ങളോ 5 കുഞ്ഞുങ്ങളോ ആയിക്കോട്ടെ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞ് നടക്കുമ്പോൾ പിന്നെ നിങ്ങളെ പറഞ്ഞു എന്ന് പറയുന്നൊരു കുറ്റമൊന്നുമില്ല. നിങ്ങളുടെ പറയാൻ കാരണം തന്നെ നിങ്ങൾ അവരെ എന്തെങ്കിലും പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അത് ചുമ്മാ ആരും പറയില്ലല്ലോ. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട്. വീട്ടുകാർക്ക് ജപ്തി. ഇപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത്രയും കുഞ്ഞുങ്ങളുള്ള അവരുടെ കയ്യിൽ ഉള്ളത് കൂടി വീട്ടുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും അവരെ വീട്ടുകാരുടെ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തുമായിരിക്കും അവരത് കൊടുത്താലുള്ള അവസ്ഥ? 2 ഭാഗവും നമ്മൾ ചിന്തിക്കണം. പിന്നെ അവർക്ക് പടച്ചവൻ കൊടുത്തതായിരിക്കും ഇങ്ങനൊരു കുഞ്ഞിനെയും ഇങ്ങനൊരു ജീവിതത്തിനും അവർക്ക് വിധി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 3 കല്യാണം കഴിക്കാനോ 4 കല്യാണം കഴിക്കാനോ ഒക്കെ അവരുടെ തലയിൽ പടച്ചവൻ വിധിച്ചിട്ടുണ്ടായിരിക്കും. വിധിക്കാതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലല്ലോ. നമ്മൾ പഴിക്കേണ്ട. നമ്മളെ കുടുംബത്തിൽ എല്ലാം നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ രാവിലെ തന്നെ വീഡിയോകളൊക്കെ എടുത്തപ്പോൾ അതിൽ ചിലത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്തുകൊണ്ട് വന്നത്. അവർ പ്രഗ്നൻസി കാർഡ് ഇട്ടു, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതൊക്കെ നമ്മളതൊന്നും അങ്ങനെ തപ്പി പിടിക്കണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കല്ലാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സത്യം വ്യൂസ് ഇല്ല, ഞാൻ കണ്ടതാണ്. ഇപ്പം അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല വ്യൂസ് കയറുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുമ്പം എനിക്ക് വ്യൂസ് കയറുന്നത് വേണമെങ്കിൽ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ഞാൻ റീച്ചിന് വേണ്ടിയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു വിമർശനം എന്ന രീതിയിൽ കാണുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ദിവസം വീഡിയോ ഇടുന്ന ആളൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. എന്തോ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനും റമദാൻ മാസമൊക്കെ വരികയാണ്. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. അവർ 4ാമത് ഇപ്പോഴുള്ള കുഞ്ഞിനെ നന്നായിട്ട് വളർത്താനും അവർക്ക് സാധിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ കുടുംബവും നന്നായി തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കും പെൺമക്കളുള്ളതല്ലേ, നമ്മളൊരിക്കലും ഒരാളെ അങ്ങനെ തരംതാഴ്ത്തി സംസാരിക്കരുത്. നിങ്ങളെ പറ്റിയിട്ട് അങ്ങനെ ഒരു അവിഹിതം അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവർക്കും പടച്ചവൻ കൊടുക്കും, ഈ പറഞ്ഞവർക്കും കൊടുക്കും. നിങ്ങളെ സത്യാവസ്ഥ നിങ്ങൾക്കറിയാം. ആ കുഞ്ഞാരുടേതാണെന്നും നിങ്ങളുടെ ജീവിതത്തിലുള്ളതാണെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും. അല്ലാതെ ഒരിക്കലും അത് ഒരു കണ്ടൻ്റാക്കി വീണ്ടും നമ്മൾ തന്നെ നമ്മളെ ചൂഷണം ചെയ്യരുത്. സമൂഹത്തിൽ നിന്ന് ഇരിച്ച് താഴ്ത്തരുത്. നിങ്ങൾ തന്നെ നിങ്ങളെപ്പറ്റി അവർ പറഞ്ഞത് വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കതൊരു അപമാനമായിട്ട് തോന്നാറില്ലേ? എനിക്കതേ ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ ആ വലിയ മക്കൾ വരെ ഇത് കേൾക്കുന്നില്ലേ? അവരുടെ വിവരമില്ലായ്മയോ അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ആഴം എന്നെങ്കിലും ഒരു ദിവസം അവർ മനസ്സിലാക്കും. ആരെയും ജീനിനെ പറ്റിയിട്ട് പ്രഡിക്ഷൻ ചെയ്യാൻ നമ്മളല്ല. ഒരിക്കലും പടച്ചവൻ തരുന്ന മക്കളാണ്. അതുപോലെ തന്നെ പടച്ചവൻ തരുന്ന ജീവിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നന്നായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ പരിചരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നില്ലേ? ആ സൈഡിൽ അതുപോലെ ആ 3 മക്കളെ അവരെത്ര നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം. അങ്ങനെയൊക്കെയുള്ളതായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. എല്ലാം മാറ്റി അവർക്കും നല്ലത് കൊടുക്കട്ടെ, നിങ്ങൾക്കും നല്ലത് തരട്ടെ. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ ഇല്ലാണ്ടായി നന്നാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്.
രണ്ടുപേരും ഒരു തമ്മിൽ തല്ലി ഒരു എന്തിനാണ് ഒരു സീരിയൽ പോലെയൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാണുമ്പോൾ, നെഗറ്റീവും പോസിറ്റീവും. എന്തായാലും റമദാൻ വരുന്നതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് എല്ലാവർക്കും പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും നല്ല ജീവിതം നൽകട്ടെ. എൻ്റെ ഈ വോയിസ് കേൾക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു റമദാൻ വരെയാണ്. റമദാൻ ആശംസകൾ അറിയിക്കുന്നത്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവർക്കും വീണ്ടും വീണ്ടും കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.